എന്താ ചങ്കുകളെ ഒരു വിഷമം പോലെ? കുറച്ചു നാളായിട്ട് PSC എന്ന് പറഞ്ഞ് ഇരിക്കുന്നോണ്ടാണോ? എടോ, വലിയൊരു കാര്യമല്ലേ നമുക്ക് ജോലി കിട്ടുക എന്നുള്ള കാര്യം. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യമല്ലേ നമുക്ക് അറിവ് സമ്പാദിക്കുക എന്നുള്ള കാര്യം. അത് നമ്മുടെ എവിടെയും മുന്നിലെത്തും. എല്ലാവരും ബഹുമാനവും കിട്ടുന്ന ഒരു കാര്യമല്ലേ നമുക്ക് അറിവ് സമ്പാദിക്കുക എന്നുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നമ്മളിന്ന് പൊളിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ്. അത് നമുക്കറിയാം, ഗറാസയാണ് കാർഷിക കാലങ്ങള്. ഖാരിഫ്, റാബി, സെയ്ദ്. അതില് ഖാരിഫാണ് നമ്മളിന്ന് തകർക്കുന്നത്. ഖാരിഫിന്റെ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഇടവപ്പാതിയുടെ ഒക്കെ കാലം തന്നെയാണ്. ജൂണിൽ തുടങ്ങി നവംബർ ആദ്യവാരം വിളവെടുക്കും. അതില് നമ്മൾ ഖാരിഫ് വിളകളിൽ പഠിക്കാനുള്ളത് 15 കനി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് കിട്ടും. അപ്പൊ പരുത്തി, തിനവിളകള്, നെല്ല്, ഇഞ്ചി എന്നുള്ളത് നമ്മൾ 2 ചായ ആയിട്ട് എടുത്തിട്ട് ചണവും ചോളും, കരിമ്പ്, നിലക്കടല. അതില് പരുത്തി നമ്മള് യൂണിവേഴ്സൽ ഫൈബർ എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ, പരുത്തിയുടെ ജന്മദേശം നമ്മുടെ ഇന്ത്യയാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസൂട്ടം. പരുത്തിയുടെ ഡ്രസ് ഇട്ട് വന്നിട്ട് ആരായാലും ഗോസിപ്പ് പറയും, ഒരു കൂട്ടായിട്ട് തന്നെ ഗോസിപ്പ് പറയും, ഗോസിപ്പിയം ഹിർസൂട്ടം. പിന്നെ നമുക്ക് തിനവിളകള് ഐക്യരാഷ്ട്രസഭ ചെറുധാന്യ വർഷം ആഘോഷിച്ചതെന്നായിരുന്നു 2023. പിന്നെ നെല്ലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പൈൻസിലുള്ള മനിലയാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം 4 ഉണ്ട്. ഏതൊക്കെയാണ്? പട്ടാമ്പി, വൈറ്റില, മാങ്കൊമ്പ്, കായംകുളം. എന്താ കൂട് വേണോ? എന്നാന്ന് പിടിച്ചോ. പട്ടം ഇലയിലും കൊമ്പിലും തട്ടി കുളമായി. പട്ടം പട്ടാമ്പി, ഇല വൈറ്റില, കൊമ്പ് മങ്കൊമ്പ്, കുളമായി എന്നതിൽ കായംകുളം. സൂപ്പറല്ലേ? അപ്പോ ഇനി അടുത്തത് ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ചണല്ലേ. ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യമായിട്ട് ഇന്ത്യയാണ്. പിന്നെ അടുത്തത് കരിമ്പ്. ഇന്ത്യയിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രവും കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രവും ചങ്കുകളൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഒറ്റയ്ക്ക് കോഡ് ഉണ്ടാക്കി പഠിക്കുന്ന ആ ചങ്കില്ലേ, അവരിവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ അടുത്ത റാബി വിളകളുമായി ഇപ്പൊ തന്നെ വരാം. എല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം.